പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത്രയും ചളിയായിരിക്കും. അപ്പോൾ ഈ കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന് അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൈ, ഒരു തല, ഒരു ഗർഭിണിയുടെ ബോഡി, അതൊക്കെ ഇങ്ങനെ ഈ ചതുപ്പിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ചെയ്യുക. പുഴുക്കളെ അരിക്കുന്നതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഈ നാഗന്മാർ വന്നിട്ട് അവർ കഴുത്തിലൊരു മഴ ഉണ്ടാവും. അതെടുത്തിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കിടിക്ക് എന്ന് വെട്ടിയിട്ട് തല ഇങ്ങനെ എടുത്തിട്ട് തോണി, നമ്മൾ തേങ്ങയൊക്കെ പെറുക്കിയിടും പോലെ തല എടുത്തിട്ട് തോണിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് തലയോട്ടി പിളർത്തിട്ട് തലച്ചോറ് മുഴുവൻ കഴുകി ഒഴിവാക്കി അതിലാണ് അവർ പിന്നെ ഫുഡ് കഴിക്കുക കൊണ്ടുപോയിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ കിളിയൊക്കെ പോയി. 3 ആൾക്കാരാണുള്ളത്. ഒന്ന് കാലഭൈരവൻ, പിന്നെ നരേന്ദ്രമോദി, പിന്നെ ഡോം രാജ. ഈ 3 ആൾക്കാരാണ് ഇപ്പോൾ കാശി ഭരിക്കുന്നത്. എനിക്ക് മരിക്കണമെന്ന്, എന്തായാലും മരിക്കണം, ഞാൻ മരിക്കാൻ പോകണം. എന്തിന് നിങ്ങൾ അഘോരി ആകണമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു ക്യാരക്ടർ സിനിമയിൽ ചെയ്യണം. എന്താണ് ട്രെയിനിലുള്ളൊരു അഘോരി വരുന്നത്. സതീദേവിയുടെ യോനിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഈ 4 ദിവസം വർഷത്തിൽ സതീദേവി ആർത്തവവതിയാവും. അപ്പോൾ അമ്പലം പൂട്ടിയിടും കേട്ടോ. അമ്പലം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു യോനി പീഠത്തിൽ ഇങ്ങനെ വിരിച്ചു വെക്കും. 4ാമത്തെ ദിവസം അമ്പലം തുറക്കുന്ന സമയത്ത് ഇത് മുഴുവൻ റെഡ് കളറായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ മണികർണികയുടെ അക്കരെ പോകുന്ന സമയത്ത് അവിടെ ഈ ചതുപ്പിൽ എല്ലാവർക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. നമുക്ക് ലോക്കൽ ആക്സസ് ഉണ്ടെങ്കിലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തോണിയിൽ കയറിയിട്ട് ഏകദേശം ഒരു ഇവിടുന്ന് അവിടം വരെയൊക്കെ ആവുന്ന സമയത്ത് തോണി ചതുപ്പിൽ നിൽക്കും. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത്രയും ചളിയായിരിക്കും. അപ്പോൾ ഈ കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന് അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൈ, ഒരു തല, ഒരു ഗർഭിണിയുടെ ബോഡി, അതൊക്കെ ഇങ്ങനെ ഈ ചതുപ്പിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ചെയ്യുക. പുഴുക്കളെ അരിക്കുന്നതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഈ നാഗന്മാർ വന്നിട്ട് അവർ കഴുത്തിലൊരു മഴ ഉണ്ടാവും. അതെടുത്തിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കിടിക്ക് എന്ന് വെട്ടിയിട്ട് തല ഇങ്ങനെ എടുത്തിട്ട് തോണിയിൽ, നമ്മൾ തേങ്ങയൊക്കെ പെറുക്കിയിടും പോലെ തല എടുത്തിട്ട് തോണിയിൽ, അതിൻ്റെ വിഷ്വലാണ് ഞാൻ ഇട്ടിരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് തലയോട്ടി പിളർത്തിട്ട് അത് തലച്ചോറ് മുഴുവൻ കഴുകി ഒഴിവാക്കി അതിലാണ് അവർ പിന്നെ ഫുഡ് കഴിക്കുക കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വളരെ ഈ മരിച്ചു കിടക്കുന്നവരൊക്കെ അവരെ ആരെങ്കിലും ആയിരിക്കില്ലേ, അല്ലെങ്കിൽ അവർക്ക് ആരും ആയിരിക്കില്ല. ഒരു പക്ഷേ അതായത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ബോഡി അവിടെ കിടക്കുന്നത് കണ്ടാൽ അപ്പോഴേക്ക് തുടങ്ങിയില്ല അന്വേഷണം. ഒരു ചെറുവിരൽ നമ്മുടെ രേഖാചിത്രമൊക്കെ കിട്ടിയില്ല. ശരിക്കും തലയോട്ടികൾ ഇങ്ങനെ കിട്ടിയ അഘോരികൾ അവർ ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ശേഖരിക്കുന്നുണ്ട്. അവര് പിന്നെ എന്താ പറയുക, ഈ പൂജകൾക്കും ഈ ദ്രവ്യങ്ങൾ സൂക്ഷിക്കാൻ, മദ്യം സൂക്ഷിക്കാൻ, അതുപോലെ തന്നെ ഭസ്മം സൂക്ഷിക്കാനൊക്കെ തലയോട്ടികളാ. അതിന്റെ കഥ വേറെ ഉണ്ടായി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതോ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, അതായത് ഈ തലയോട്ടിയിൽ നിന്ന് വലിച്ചെടുത്ത് വേസ്റ്റ് ഒക്കെ വലിച്ച് പുറത്തേക്ക് ഇടുന്ന അതാണ് ഇൻസ്റ്റബർ ഒഴിവാക്കിയത്. കുറച്ച് പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ പറ്റൂല ഇൻസ്റ്റയിൽ. അപ്പോൾ ഇത് തള്ളാണെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ആചാരങ്ങളാണ് ഇതൊക്കെ. നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല വൈകൃതങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നടക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ഷോക്കായി. എന്താ അതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ സിനിമയിൽ വരുന്നുണ്ട്. ആ ടെറൈനിൽ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ആ ഒരു കുറച്ച് ഭീകരതയും ഉള്ള ഒരു ഏരിയ നമുക്കൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ അങ്ങനത്തെ ഒരു സംഭവം. ശരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ഇന്ത്യൻ സിനിമ കമ്പനിയാണ്. അതായത് നരിവേട്ട കഴിഞ്ഞിട്ടുള്ള അടുത്ത പടം എന്ന് പറയുന്നത് നമ്മൾ കമ്മിറ്റ് ചെയ്ത പടം നമ്മുടെ പടമാണ്. അപ്പം അതിൻ്റെ എഴുത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തകൃതിയായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ തന്നെ അതിൻ്റെ ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് വരും. നമുക്ക് ഓരോ ആർട്ടിസ്റ്റിനെയും കമ്മിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇവിടെ സംസാരിപ്പിക്കും. മാത്രമല്ല നമ്മുടെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്ന ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യും. അതിൽ ആ ലൊക്കേഷനിൽ, അതായത് നമ്മുടെ ആ ടെറൈനിൽ വന്ന് അതിൽ അഭിനയിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇതിലേക്ക് വന്ന് ഷെയർ ചെയ്യും. അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ മരണത്തെക്കുറിച്ച് കൂടുതൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം എൻ്റെ അടുത്ത് രാത്രി വിളിച്ചിട്ട് പറയാം എനിക്കിപ്പോൾ ആത്മഹത്യ ചെയ്യണം, എനിക്ക് അപ്പോൾ അത് ചെയ്തപ്പോൾ നിങ്ങൾ ഇന്ന് ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തതിനായിരുന്നു ഒരു ദിവസം. അത് ഏതോ എഴുതിയതിന് ശേഷം, എഴുത്തിൽ കഴിഞ്ഞ ശേഷം അന്ന് രാത്രി വിളിച്ച് എനിക്കൊന്ന് 12 മണി 1 മണിയാൻ കണ്ട 2 മണിയാൻ കണ്ടായിരുന്നു തോന്നില്ലേ. എന്നെ വിളിച്ചിട്ട് നോക്കിയപ്പോൾ നിസ്സാർ തിമിഷ് കോൾ വരുന്നു. പുള്ളി എന്താ ഇത്രയും ലേറ്റ് നൈറ്റ് ഗുളി എടുത്തു. ഹലോ, എന്താ സംഭവം? എൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല, പാതിരാത്രി ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉണർന്നിരിക്കുക, എന്താ സംബന്ധ കാര്യം പറയൂ. അതെ,
എനിക്ക് മരിക്കണമെന്ന്, എന്തായാലും മരിക്കണം, ഞാൻ മരിക്കാൻ പോകണം. എന്തിന്? ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിക്ക് വേറെ തലത്തിലേക്ക് പോകുന്നു. ഞാനും മരിക്കണോ വേണ്ടോ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാന്ന്. ഞാൻ ആകെ വട്ടായി. ഇതെന്താ പുള്ളിക്കാരൻ അത് ഏത് ഞാൻ ഇതിന് വായിച്ച് കേൾപ്പിച്ചില്ല ആ സാധനം. അപ്പൊ നീ പറഞ്ഞ ആർക്കും ഒന്ന് മരിക്കാൻ തോന്നുന്നു. അതെ 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 ശരിക്കും അതാണ് മരണത്തെ കുതിപ്പിക്കുന്ന രീതിയിലേക്കുള്ള രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി കൊലക്കേസ്. അസാസിനേഷനിലുള്ള രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ അതായത് കൊല്ലുന്ന മെയ് 21 1991 മെയ് 21 അസാസിനേഷൻ നടക്കുന്നത്. 20-ാം തീയതി രാത്രി ഈ കലൈവാണി രാജരത്നം, ശുഭ, നളിനി ഇവരെല്ലാവരും കൂടി 9 പേര് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് നല്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും കൂടി അവരിങ്ങനെ കഴിക്കുക. അത് കഴിച്ചിട്ട് അവരിങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സിൽ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ ഈ ഹാപ്പിനെസ്? നാളെ നമ്മൾ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച ശേഷം നളിനിയും ശുഭയും തനുവും കൂടി പിന്നെ ഈ മാടിയിൽ കയറിയിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തനു പറയും, നോക്കിക്കോ നാളെ ഈ സമയം ഞാനിതാ ഒരു നക്ഷത്രമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് പൊട്ടിച്ചെതറിയാൽ മതിയായിരുന്നു, എന്നാലേ എൻ്റെ ആ ഒരു മിഷൻ അക്കംപ്ലിഷ് ആയല്ലോ എന്ന്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് മറ്റൊരു നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നതെന്ന്. അതായത് അവർ മിലിറ്റൻസ് ആണ്, പുലികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലാസ്റ്റ് ചെയ്യാന്നുള്ളത് അവരുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഗോളാണ്. ജീവിക്കുന്നതാണ് അവർക്ക് വിഷമം. എനിക്ക് അത് എഴുതിയിട്ട് ആദ്യം എന്നോട് വായിച്ചു കേൾപ്പിച്ചത്. അപ്പോൾ ഇവൻ പറഞ്ഞു, ശരിക്കും അത് കേട്ടപ്പോൾ എനിക്കൊന്ന് മരിച്ചാൽ തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ആഗ്രഹത്തോടെ പറയുന്നത്, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ എന്നായിരിക്കും ഈ ഭാഗ്യം വരിക എന്നുണ്ട്. അഗർത്തയിലാണെന്നൊരു വരിയുണ്ടല്ലോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, അതായത് മരണം ഇത്ര സുന്ദരമായിരുന്നു എന്നുള്ളൊരു അഗർത്തയില്. അത് ആരും എന്നോട് ഇത്രയും സുന്ദരമായിരുന്നു എന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൊരു സംഭവം. എന്താ താങ്കളുടെ ഒപ്പീനിയൻ? എനിക്ക് മരണത്തെ കുറിച്ച് പലപ്പോഴും കൊതിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പേടി തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ അവസാനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ നിഷാദ് യൂസഫ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ട്. എഡിറ്റർ നിഷാദ് യൂസഫ് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു ആഡ് ചെയ്തു. എൻ്റെ പുള്ളി അവസാനത്തെ ആഡ് എൻ്റെതാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കഴിഞ്ഞു. ഞാൻ യുഎയിലേക്ക് പോയി, ദുബായിലേക്ക് എനിക്കൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ദുബായിലേക്ക് പോയപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് തലേ ദിവസം രാത്രി, അതായത് നിഷാദ് യൂസഫ് മരിക്കുന്നൊരു തലേ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഞാനിവിടേക്ക് പോവുക, അതായത് കങ്കുവയുടെ ഓഡിയോ റിലീസാണ് തോന്നുന്നു, ചെന്നൈക്ക് പോവാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ച് പിറ്റേന്ന് ഞാൻ രാവിലെ ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ കിടക്കുക, നിഷാദ് യൂസഫ് മരിച്ചു എന്ന്. എനിക്ക് ഏത് നിഷാദ് യൂസഫ്? പെട്ടെന്ന് എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. ഞാൻ വാട്സപ്പ് എടുത്ത് ഓപ്പൺ ചെയ്യുന്നു, പുള്ളിയുടെ ഫോട്ടോ, പുള്ളി മരിച്ചു. തലേ ദിവസം വരെ എന്നോട് സംസാരിച്ചൊരു മനുഷ്യൻ പിറ്റേന്ന് ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞില്ല, മരിച്ചെന്നും പറഞ്ഞാണല്ലോ ആദ്യം പറയുന്നേ, പിന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തിനാ പുള്ളി മരിച്ചത്? അങ്ങനെ തലേ ദിവസം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇല്ല. അങ്ങനെ ഞാനും പുള്ളിയായിട്ടൊക്കെ ഒരുപാട്, അതായത് ഈ ആഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, സിനിമകളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ തിരക്കഥയിൽ ഒരു സിനിമ എൻ്റെ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഡിസ്കഷനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു സ്റ്റോറി എനിക്ക് കിട്ടുന്നത് ഇതിനെ വെച്ചിട്ട്, നസിലിനെയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് സംസാരിച്ച് നമുക്കത് സീരിയസ് ആക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കഷനൊക്കെ വാട്സപ്പിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് എഡിറ്റ് അടക്കുമ്പോൾ തന്നെ, ഈ ആഡിൻ്റെ എഡിറ്റ് അടക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോയൊരു മനുഷ്യൻ പെട്ടെന്ന്, കാരണം പുള്ളിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു മരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും നല്ലൊരു മനുഷ്യൻ, അതായത് ഇടപെടാനും സംസാരിക്കാനും ഇത്രയും കംഫർട്ടായിട്ടുള്ളൊരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു ആൾ. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റർ. അതായത് ഇപ്പോൾ ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, എനിക്ക് തോന്നുന്നു അത്രയും അടുത്ത് ചേർന്ന് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു പുള്ളിക്കാരൻ. എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പുള്ളിയെ. അവസാനം പുള്ളി ചെയ്ത ആഡും എൻ്റെതാണ്, എഡിറ്റ് ചെയ്ത ആഡും അത് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഷോക്കായി. അതൊരു മരണത്തെ എനിക്ക് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങൾ ഒരുപക്ഷെ നാളെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മനുഷ്യന്മാർ പല ആൾക്കാരും ഇങ്ങനെയാണ്, നമ്മുടെ അതായത് കയറി വരും, ഉപേക്ഷിക്കും, ഒക്കെ ചെയ്യും. അത് ജീവിതത്തിൽ കയറി വന്നിട്ട് ഇറങ്ങി പോകുന്ന മനുഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിലും ഒരു വേദന തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും കാണാൻ പോലും കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര. അതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മണികർണികയിൽ പോയി എന്തിനാന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ 24 മണിക്കൂർ ഈ ശവം കത്തിക്കുന്നിടത്ത് പോയി ഇരിക്കാറെന്ന് ചോദിക്കാറില്ലേ.
ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറില്ല, എന്താ അറിയോ, ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഭാരതത്തിൽ മോഹൻലാൽ ഇരിക്കും പോലെ ആയിരിക്കും, ചുറ്റും ചിതകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ വിചാരിക്കും, അതായത് ഇവരൊക്കെ മനുഷ്യന്മാരായിരുന്നല്ലോ, ലൈക്ക് എന്നെ പോലെ നിങ്ങളെപ്പോലെയൊക്കെ നമ്മൾ ഡ്രസ്സിട്ട് കുളിച്ച് സുന്ദരക്കുട്ടപ്പന്മാരായി നടന്ന മനുഷ്യന്മാരാണ്. ഒരു കാലഘട്ടം ഇപ്പോൾ പ്രായമായവരാണെങ്കിലും അല്ലെങ്കിലൊക്കെ അവരൊക്കെ അത്രയും ആ ഒരു ലൈഫിനെ അത്രയും ചെറിഷ് ചെയ്തിട്ടുള്ള, അത്രയും വാല്യൂ കൽപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കത്തി 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 അങ്ങ് തീർന്നു പോവാണ്. നമ്മൾ നോക്കി നിൽക്കുക, ഒരു ബോഡി ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട്, ആ കൊണ്ടുവച്ചിട്ട് തീ കൊടുക്കുന്നുണ്ട്, തീ കൊടുത്തിട്ട് അതിങ്ങനെ കത്തി 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 കത്തി, പിന്നെ അവരില്ല, പിന്നെ അവിടെ കുറച്ച് ചാരം മാത്രം. ആ മനുഷ്യൻ എവിടെ പോയി അല്ലേ? അതൊരു വല്ലാത്തൊരു ആ ഒരു റിയലൈസേഷൻ. ഇത് പറയുമ്പോഴേക്ക് വാരണാസി വാരണാസി അതന്നെ. അതാ. അപ്പം അവിടെ ആക്ച്വലി നമ്മള് ചിതകളെല്ലാരെയും അവിടെ എന്താ പറയാ, പൈസക്കാരനില്ല, പാവപ്പെട്ടവനില്ല, എല്ലാരും അവിടെ എരിഞ്ഞങ്ങ് തീരും. അതാണ് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഞാൻ അപ്പൊ എന്നോട് ഇങ്ങനെ എനിക്ക് ഏറ്റവും വലിയ വിമർശനം മുസ്ലിം വിഭാഗത്തു നിന്ന് വരുന്നതെന്ന് വെച്ചാൽ, നീ എന്തിനാ 24 മണിക്കൂർ കാശിയിൽ പോയിരിക്കുന്നത്, നിനക്ക് പിന്നെ അജ്മീറിലോ അവിടെ അങ്ങനെ പോയിരുന്നൂടെയെന്ന്. ഞാൻ അവിടെ പോയിരിക്കുന്നതെന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ഒരു സംഭവം കൊണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാശിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ഭക്തി കൂടി ഇല്ലാതായി പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിന് മാത്രം ഉഡായിപ്പന്മാരുടെ ഒരു ബഹളാണ് അവിടെ. ഞാൻ അഘോരിയാണ്, ഒരു 10 റുപ്യ തരുമോ എന്ന് വെച്ചിട്ടാണ് ആൾക്കാർ വരിക. എന്ത് ഈ അഘോരികൾ ആരാന്ന് പോലും. ഈ അഘോരികളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ശരിക്കും ഇത് ഒരുപാട് ഫേക്ക് ഉണ്ടല്ലോ, ഫേക്ക് അഘോരികളുണ്ടല്ലോ. അപ്പോൾ ശരിക്കും റിയൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക? അതിന് പറ്റുമോ? അത് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ശരിക്കും നിങ്ങൾ അഘോരി ആകണമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്. അതെനിക്ക് നിങ്ങളുടെ വാക്കിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട്. എന്നോട് ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു ക്യാരക്ടർ സിനിമയിൽ ചെയ്യണം, എന്താണ് ട്രെയിനിലുള്ള ഒരു അഘോരി വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജയസൂര്യ ചതിക്കാത്ത ചന്തുവിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അതായത് ഇതിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവം ആല് പറയേണ്ട സമയത്ത് ഉണ്ട് സാർ, ഒരു തറക്കും പള്ളി അല്ലെ പറക്കും തെളി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വന്ന് ലാൻഡ് ചെയ്ത് പിന്നെ പഴയ നമ്മൾ കഥകൾ നടക്കുന്ന പോലെ എനിക്കൊരു അഘോരിയുടെ കഥാപാത്രത്തിന് അത് ചെയ്യാൻ പറ്റുമോ? ഡ്രസ്സൊന്നും ഇല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറത് എന്താ അറിയോ, ഈ ഡ്രസ്സ് ഇല്ലാത്ത എന്നുള്ളത് അഘോരികൾ അല്ലെങ്കിൽ നാഗസന്യാസിമാർ ഡ്രസ്സ് ഇല്ലാത്ത എന്ന് വെച്ചാല് ഷെഡിങ് ഔട്ട് ഓഫ് ഈഗോസിനെ ഇല്ലാതാക്കുക എന്നാണ്. വസ്ത്രം ദിഗംബരന്മാർ എന്നാണ് അവർ പറയാ. അഘോരികളുടെ വേറൊരു പേര് ദിഗംബരൻ, നാഗസന്യാസിമാരുടെ വേറൊരു പേര് എന്ന് വെച്ചാൽ ദിക് അമ്പരമാക്കിയവൻ, അതായത് ഈ ലോകത്തെ തന്നെ വസ്ത്രമാക്കിയവൻ എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് വസ്ത്രമില്ല, പിന്നെ ഈ വസ്ത്രം നമ്മൾ അഡീഷണൽ ആക്കി ഇടുന്നതാണ്. അനന്തഭദ്രത്തിലെ ദിഗംബരനാണോ? അതല്ല, അത് വേറെ. ഇത് ദിഗംബരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അമ്പരം എന്ന് വെച്ചാല് അല്ല, അങ്ങനത്തെ ക്യാരക്ടറിന് അത് വരാൻ സാധ്യതയില്ലേ? ദിഗംബരൻ എന്നൊരു പേരിട്ടിരിക്കുന്നത് ദിഗംബരൻ എന്ന് വെച്ചാൽ ഇതിനാണ് ദിക്ക് അമ്പരമാക്കിയവൻ, വസ്ത്രമാക്കിയവൻ അർത്ഥം. അപ്പോ ജനിക്കുന്ന സമയത്ത് നമ്മള് ന്യൂഡാണ്, മരിക്കുമ്പോഴും ന്യൂഡായിട്ടാണ് നമ്മളെ ആക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് എന്തിനാണ് വസ്ത്രം? മൃഗങ്ങൾ ആരും ധരിക്കുന്നില്ല, അവരൊക്കെ പ്രകൃതിയോട് യോജിച്ചിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് വസ്ത്രം ധരിച്ച് ജീവിക്കുന്നത്, അല്ലെ? ഈ ലോകത്ത് വേറെ ഒറ്റ സ്പീഷീസും വസ്ത്രം ധരിക്കുന്നില്ല. അപ്പൊ നമുക്ക് മാത്രം എന്തിനാണ് വസ്ത്രം എന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കണക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ, ഇപ്പൊ ലോകത്ത് സത്യം പറഞ്ഞാൽ ആര് വസ്ത്രം ഇടുന്നില്ലെങ്കിൽ പിന്നീട് ഈ നാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, അല്ലേ? ആര് വസ്ത്രം ഇടാത്തൊരു സൊസൈറ്റി ആയിരുന്നു നമ്മുടെ എങ്കിൽ നമുക്ക് പിന്നെ അതൊരു കൺസേൺ അല്ല. ആരെങ്കിലും ഒക്കെ വസ്ത്രം ഇട്ടത് കൊണ്ടാണ് എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞു നോക്കി ആൾക്കാർ പോകുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന അഘോരികളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിടത്തോളം ആൾക്കാർ എന്ന് വെച്ചാൽ അഘോരിയാണ്, ഞാനൊരു 10 രൂപ തരുമോ, അല്ലെങ്കിൽ ഞാൻ ശപിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരാണ് അഘോരി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സെൽഫി വിത്ത് അഘോരി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ്റ്റാറ്റസ് എന്നാണ് വാരണാസി പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ വാരണാസി ഈ പറഞ്ഞ മേഖലകളിലൊന്നും തന്നെ അഘോരികൾ ഉണ്ടാവാറില്ല. ഏത് എൻ്റെ അറിവ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരൊന്നും അഘോരികളല്ല, അതൊക്കെ ഉഡായിപ്പ്. എനിക്കൊരു സംശയം, ഈ അഘോരികൾ എന്ന് പറയുന്നവര് അവരാണോ ഈ ഇങ്ങനെ എന്താ പറയാ ചിതകളെല്ലാം കത്തിക്കുന്നതും ഡിസ്പോസ് അത് ഡോം രാജ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു കഥയാണ്. അതായത് കാശിയുടെ ഒരു രാജാവുണ്ട്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാശിയിൽ 3 ആൾക്കാരാണുള്ളത്. ഒന്ന് കാലഭൈരവൻ, പിന്നെ നരേന്ദ്രമോദി, പിന്നെ ഡോം രാജ. ഈ 3 ആൾക്കാരാണ് ഇപ്പോൾ കാശി ഭരിക്കുന്നത്. കാലഭൈരവൻ കാലാകാലങ്ങളായിട്ട് കാശിയുടെ അധിപനായിട്ട് നിൽക്കുന്ന ആൾ. നരേന്ദ്രമോദി ഇപ്പോൾ കഴിഞ്ഞ 2 ടേമായിട്ട് അദ്ദേഹമാണല്ലോ ആ ഒരു പ്രദേശത്ത് നിന്ന് ജയിച്ചു വന്നത്. പിന്നെ ഒരാളാണ് ഡോം രാജ. ഈ ഡോം രാജ എന്ന് പറഞ്ഞ ആൾ രാജാവാണ്, കാശിയുടെ ഒരു കിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾ സാധാരണയൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ
ഇപ്പോൾ ഒരു രാജാവ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രജ രാജാവിനെ തൊട്ടാൽ ആരാ കുളിക്കേണ്ടത് ഇതിൽ? രാജാവ്. രാജാവല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രാജാവ് പോകുന്ന സമയത്ത് അഥവാ പ്രജയെ തൊട്ടുപോയാൽ പ്രജ പോയിട്ട് കുളിക്കും. കാരണം രാജാവ് ലോ കാസ്റ്റാ, അയാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പ്രജകളാണ് അവിടെ ഹൈ കാസ്റ്റുള്ളത്. അപ്പോൾ ഈ ഡോം രാജ അയാളുടെ കുടുംബക്കാരും നടന്നു പോകുന്ന വഴിയിലൂടെ സാധാരണക്കാർ പോവില്ല. അവർ കുടിക്കുന്ന പൈപ്പിൽ നിന്ന് മറ്റുള്ളവർ കുടിക്കില്ല. അവർ പോകുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ബെഞ്ചിൽ മറ്റുള്ളവർക്ക് ഇരിക്കില്ല. കാരണം അയിത്തുണ്ട് ഇപ്പോഴും അവിടെ. പക്ഷേ ഈ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ ഡോം രാജ വന്നിട്ട് ആദ്യത്തെ 5 കൊള്ളി വിറകെടുത്ത് വെച്ച് കൊടുത്താൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോഴാണ് ഡോം രാജയുടെ പവർ. ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും ഡോം രാജയെ വേണ്ട. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡോം രാജ വന്നിട്ട് ചെതയിൽ വെച്ച് കൊടുത്താൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറണി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചത് അഘോരികൾ അല്ല, ഡോം രാജയാണ് അതിന് ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ അഘോരികൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ മനുഷ്യവാസം ഏറ്റവും ഇല്ലാത്ത മേഖലകളിലാണ് അഘോരികൾ അവരുടെ വ്രതവും അനുഷ്ഠാനങ്ങളും ആയിട്ട് ജീവിക്കുന്നത്. അവരിന് കുംഭമേളയ്ക്ക് വരും. കുംഭമേളയുടെ സമയത്ത് ഷാഹി സ്നാനം എന്ന് പറഞ്ഞിട്ടൊരു സ്നാനമുണ്ട്, ഗംഗയിൽ മുങ്ങി കുളിക്കുന്നൊരു സ്നാനമുണ്ട്. ആ സ്നാനത്തിന് ഏറ്റവും ആദ്യമായിട്ട് കുളിക്കുന്നവർ അഘോരികളിലെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ആദ്യം കുളിക്കാൻ എത്തുന്നത്. അവർ തന്നെ പുലർച്ചെ 3 മണിക്കും 2 മണിക്കൊക്കെ ആയിരിക്കും അവരുടെ കുളി കഴിഞ്ഞിട്ട് അവർ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇവർ എവിടെയാണുള്ളത്, എവിടെ താമസിക്കുന്നു എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ വെറുതെ ഓരോ ചാനലിൽ വന്നിരുന്നിട്ട് ഓരോരുത്തർ പറയും ഞാൻ ഒരു അഘോരിയായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, ഞാൻ അയാളുമായിട്ട് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ടൊക്കെ പറയാം. ഇടയ്ക്ക് ഒരു അഘോരിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പാൻറ്റും ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ട് ഒരാൾ അഘോരി ആയിരിക്കാം. നമുക്കൊരിക്കലും ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ സൂഫി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടല്ലോ. അതിന് എനിക്ക് ഏറ്റവും വലിയ തെറി കേട്ടത് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇതുപോലൊരു പോഡ്കാസ്റ്റിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾ കണ്ട സൂഫികളൊക്കെ മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട സൂഫികൾ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നില്ല എന്ന്. സൂഫിസം ഇസ് എ വേ ഓഫ് ലൈഫ്. ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിലുള്ള ആൾക്കാരും ആ ഒരു ദൈവത്തോടെ ഏറ്റവും പ്രണയത്തിലൂടെ ദൈവത്തെ അറിയുന്ന ആൾക്കാരാണ് സൂഫികൾ. അതൊരു ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും അഗാധമായ പ്രണയത്തിലൂടെ ആ തലത്തിലേക്ക് ഉയർന്ന ആരെയും സൂഫി എന്ന് വിളിക്കാം. ഞാനത് പറഞ്ഞതിന് കുറേ തെറിവിളി ആ ഭാഗത്തുനിന്നും എനിക്ക് കേട്ട്, നീ സംഖ്യ ആയതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. മറ്റൊരു അവിടെ പറയുമ്പോൾ അവർ നീ സുഡാപ്പി ആയതുകൊണ്ട്, ഇവർ പറയുമ്പോൾ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തട്ടും. അപ്പോൾ ഈ കാമാഖ്യ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട് അസാമിൽ, നമ്മുടെ ഗുവാഹട്ടിയിൽ നിന്ന് കുറച്ചങ്ങ് പോയ കാമാഖ്യ ദേവി ടെമ്പിൾ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ താന്ത്രിക ക്രിയകൾക്ക് ഭയങ്കര പേര് കേട്ട സ്ഥലമാണ്. 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ പീഠമാണ് കാമാഖ്യ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ അംബുബാച്ചി മേള നടക്കാറുണ്ട് അവിടെ എല്ലാ മാസവും. ഐ തിങ്ക് ഡേറ്റ് ഞാൻ മറന്നു, 4 ദിവസം ജൂൺ 22 മുതൽ 26 വരെയാണ് അംബുബാച്ചി മേള നടക്കുക. ആ സമയത്ത് ഈ കാമാഖ്യയിൽ ആർത്തവം ആഘോഷിക്കുന്നൊരു അമ്പലമാണ് കാമാഖ്യ. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ സതീദേവിയുടെ യോനിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഈ 4 ദിവസം വർഷത്തിൽ സതീദേവി ആർത്തവവതിയാവും. അപ്പോൾ അമ്പലം പൂട്ടിയിടും കേട്ടോ. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അമ്പലം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു യോനി പീഠത്തിൽ ഇങ്ങനെ വിരിച്ചു വെക്കും. 4ാമത്തെ ദിവസം അമ്പലം തുറക്കുന്ന സമയത്ത് ഇത് മുഴുവൻ റെഡ് കളറായിട്ടുണ്ടാവും. അതെങ്ങനെ ആവുന്നത് എനിക്കറിയില്ല, പക്ഷെ അത് റെഡ്. അപ്പോൾ അതിൻ്റെ പീസസ് ആണ് വെട്ടിക്കൊടുക്കുക പ്രസാദമായിട്ട്. അതിന് ഭയങ്കര അടിയും പിടിയായിരിക്കും ഈ ക്ലോത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. രക്തബസ്ത്ര എന്നാ പറയുക, അംബുബാച്ചി ബസ്ത്ര എന്നോ അല്ലെങ്കിൽ രക്തബസ്ത്ര എന്നാ ഇതിന് പറയാം. അപ്പോൾ അതേ ദിവസം തന്നെ ബ്രഹ്മപുത്ര നദി ചുവന്ന കളറിലാണ് ഒഴുകുക. അങ്ങനെ പറയാറുണ്ട്. അതായത് ശരിക്കും അങ്ങനെ ഒഴുകും അത്. പക്ഷേ അത് അവിടെ നിന്ന് ആരോ എന്തോ കലക്കി ഒഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് ആ കളർ വരുന്നത്. അങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി. പക്ഷെ ഭക്തിയുടെ ആംഗിളിലൂടെ നോക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ ആ മെൻസ്ട്രൽ ഈ ഒരു പീരീഡിന്റെ സമയമായതുകൊണ്ട് പ്രകൃതി പോലും റെഡ് കളറായിട്ട് ഒഴുകുകയാണെന്ന്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ, ശാസ്ത്രീയമായി ഇതിലൂടെ പോകുന്ന ആൾക്കാർ അങ്ങനെയും വിശ്വസിക്കട്ടെ. ഓക്കെ.